നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിനും പുതിയൊരു മുഖം കൈവരികയാണ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഇത്രയേറെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പറയാൻ കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് നേതാക്കൾ പോലും തങ്ങളുൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് വലിയ വിജയം തന്നെയാണ്. ഞങ്ങൾ 10,000 പ്ലസ് എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാരണം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു. അതിൽ 2 കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള എതിർപ്പ്. അതുമാത്രമല്ല, അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ തളയ്ക്കുക എന്നുള്ളതാണ്. ഒരു മതേതര മുഖമുള്ള തൃശ്ശൂരിനെ സുരേഷ് ഗോപിയുടെ വിജയം സമ്മാനിച്ചത് മതേതരത്വത്തിന് ഏറ്റ വലിയൊരു മുറിവാണ്. അതിനുകൂടിയുള്ള ഒരു നടപടിയായിട്ടാണ്, ജനങ്ങളുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അതിൽ കണ്ടത്. അതങ്ങനെ പാർട്ടി മാറി BJPയിലേക്ക് ചെന്ന പത്മജ വേണുഗോപാലിനെ 3ാം സ്ഥാനത്തേക്ക് കൂടെ തള്ളുകയാണ്. അപ്പോൾ BJPയെ തളയ്ക്കുക എന്നുള്ളത് കൂടെ ആ ഒരു ദൗത്യം കൂടെ അവിടെ നടന്നു എന്നുള്ളതാണ്. പറയുമ്പോഴും ജില്ലയിൽ സംസ്ഥാനത്തുണ്ടായിരുന്ന അതേ തരംഗത്തിനൊപ്പമുള്ള ഒരു തിളക്കമാർന്ന വിജയം കൈവരിക്കാനായില്ലെന്നൊരു ആരോപണം ഉയരുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ DCC പ്രസിഡൻ്റായിട്ട് 1 വർഷമേ ആയുള്ളൂ. 2016 വിജയം 1ആണ്, 2021 1ആണ്, 2011 കേവലം 6 സീറ്റുകളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് UDFന് സംഭവിച്ചിട്ടുള്ള വലിയൊരു പരാജയമുണ്ട്. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ കരകയറലാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് 39 പഞ്ചായത്തും കോർപ്പറേഷനും കിട്ടി. ഇപ്പോൾ അത് 1 സീറ്റ് എന്നുള്ളത് 4 സീറ്റിലേക്ക് ആക്കാൻ പറ്റി. മാത്രമല്ല, 3 സീറ്റുകളിൽ നാമമാത്രമായ വോട്ടുകൾക്കാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. പുതുക്കാടായാലും മണലൂരായാലും ഗുരുവായൂരായാലും. മണലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിച്ചിരുന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് പരാജയം. തീർച്ചയായും അത് വലിയ ഷോക്കാണ് ഞങ്ങൾക്ക്. ആ റിസൾട്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. 126 വോട്ടിന് തോൽക്കുക എന്നുള്ളത്. പ്രതാപനെ പോലെയുള്ള ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റാണ് അവിടെ പരാജയപ്പെട്ടത്. അത് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്, വേണ്ട നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഈ പ്രയാണത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രയാണത്തിൽ ഇടതുപക്ഷ കോട്ടകൾ എന്ന് അവകാശപ്പെട്ടിരുന്ന 30,000-നും 25,000-നും ഒക്കെ ജയിച്ചു കൊടുത്ത് അവരുടെ ഭൂരിപക്ഷം വളരെ കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ കുന്നംകുളത്ത് 4,000-ന് താഴെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല, BJPയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 സ്ഥലങ്ങളിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു, BJPയാണ് 1ാം സ്ഥാനത്ത്. അത് തിരികെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ പാർലമെൻറ്റ് സെക്ടറിൽ 6 സ്ഥലത്ത് ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയി. ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവും. മന്ത്രിസ്ഥാനം കിട്ടണമെന്ന് ഞങ്ങൾ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം വരുമ്പോൾ ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിനെ K. കരുണാകരൻ സപ്തതി മന്ദിരം എന്ന പേരിലുള്ള ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുതിയൊരു മുഖം കൈവരികയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ.